ഒടുവിൽ ഭൂമിയെ തൊടാൻ തയ്യാറെടുക്കുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ബഹിരാകാശ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 8 മാസമായി ബഹിരാകാശത്ത് കഴിയുന്ന സുനിതയും വിൽമോറും CNN നൽകിയ അഭിമുഖത്തിലാണ് മടക്കയാത്രയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യം മാർച്ച് 12-ന് ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുമെന്നും മാർച്ച് 19-ന് തങ്ങളെ തിരികെ എത്തിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കി. അതായത് അനിശ്ചിതത്വങ്ങളെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. ഇനി ബഹിരാകാശ ശാസ്ത്രജ്ഞരും ഭൂമിയിൽ കാലുകുത്തുന്ന ദിവസമാണ് മാർച്ച് 19. 4 ശാസ്ത്രജ്ഞരെയാണ് ക്രൂ 10 ദൗത്യത്തിൽ നാസ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. നാസയുടെ ആൻ മക്കേ, നിക്കോൾ അയേഴ്സ്, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ ബഹിരാകാശ യാത്രികൻ തകുയ ഒനിഷി, റോസ്കോമോസിന്റെ കിറിൽ പെർസോവ് എന്നിവരാണ് ക്രൂ 10 ദൗത്യത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുക. ഇവർ എത്തിയ ശേഷമുള്ള ആദ്യ ഒരാഴ്ചക്കാലം ചുമതലകളുടെ കൈമാറ്റങ്ങൾക്കുള്ള സമയമാണ്. നിലവിൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറായ സുനിത വില്യംസ് ക്രൂ 10 ദൗത്യത്തിൽ വരുന്ന പുതിയ കമാൻഡർക്ക് ISSന്റെ ചുമതല കൈമാറും. അതിനുശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഡ്രാഗൺ പേടകത്തിൽ മാർച്ച് 19-ന് ഭൂമിയിലേക്ക് അൺഡോക്ക് ചെയ്യുക. ബഹിരാകാശത്ത് കുടുങ്ങി ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്തകൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും CNN നൽകിയ അഭിമുഖത്തിൽ ഇരുവരും വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിലയത്തിൽ സുനിതയും വിൽമോറും ഉപേക്ഷിക്കപ്പെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെയും എലോൺ മസ്കിന്റെയും പരാമർശങ്ങൾ തള്ളുന്നതാണ് രണ്ട് ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെയും പ്രതികരണങ്ങൾ. സ്പേസ് സെന്ററിലെ ദീർഘകാലത്തെ താമസം കൂടുതൽ സാധ്യതകൾ തുറന്നുവെന്നായിരുന്നു സുനിത വില്യംസിന്റെ വാക്കുകൾ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത സ്വന്തം പേരിലാക്കിയതും ഈ കാലഘട്ടത്തിലാണ്. പെക്കി വിറ്റ്സൺ സ്ഥാപിച്ച 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത പഴങ്കഥയാക്കിയത്. 2024 ജൂണിലാണ് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള സ്റ്റാർലൈനറിന്റെ ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി സുനിതയും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത്. ജൂൺ 7-നെത്തി 13-ന് മടങ്ങുമെന്നായിരുന്നു തീരുമാനം. എന്നാൽ സ്റ്റാർലൈനറിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറാണ് ദൗത്യം അനിശ്ചിതമായി നീട്ടിയത്. ഒടുവിൽ നാസയും സ്പേസ് എക്സും ചേർന്ന് നടപ്പാക്കുന്ന ക്രൂ 10 സഫലമാകുന്നതോടെ 8 മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ദൗത്യമാണ് പൂർത്തിയാകുന്നത്.